എത്രയോ തൊലി നിറമുണ്ടായിരുന്ന ആളുകൾ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ മുഖം ഇങ്ങനെ ഇരുട്ടാണ്, മുഖത്ത് ഇരുട്ടാണ്, മുഖം കറുത്തിരിക്കുകയാണ്, ഇരുണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? അലൈസ ഫീ ജഹന്നമ മത്വൽ ലിൽ മുതകബ്ബിരീൻ. സത്യം പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാത്ത ആളുകളാ, അഹങ്കാരികളായിരുന്നു. അത് പറഞ്ഞു കൊടുക്കുന്നവരെ മുഴുവൻ പിരിച്ചുവിടും, അത് പറഞ്ഞു കൊടുക്കുന്നവരെ മുഴുവനും ശത്രുവായിട്ട് കാണും, അത് പറയുന്നവരെ മുഴുവനും നാടുകടത്തും. ഞാനത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ നാളെ മുഖത്ത് കറുത്ത മുഖവുമായാണ് വരുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ അല്ലാഹു പറയാൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോ മനുഷ്യന്റെയും നന്മയാണ് അവനെ ഉയർത്തുന്നത്, പൈസയല്ല. നമ്മളൊന്ന് അങ്ങനെ മനസ്സിലാക്കിയത്. കയ്യിൽ പൈസ ഉള്ളവൻ വലിയ ഉഷാറുള്ള ആൾ, അല്ലാത്തവർ ഒന്നിനും പറ്റാത്തവര് അങ്ങനെയല്ല. ആലിമീങ്ങളെ പോലും അങ്ങനെ കാണുന്ന മനുഷ്യന്മാരുണ്ട്. പൈസ ഉള്ള ഉസ്താദാണ് അള്ളാഹിന്റെ അടുത്ത ആള്, അല്ലാത്തവരൊന്നും ഒന്നിനും പറ്റാത്തവരാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാതെ ഇങ്ങനെ കണ്ടോ ഒരു മെഅയാർ? അല്ലാഹു പറഞ്ഞതാണോ? അവന്റെ ഹബീബ് പറഞ്ഞതാണോ? ഇതൊക്കെ അല്ല. അള്ളാഹ് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും പൈസ കൊടുക്കും. അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം കൊടുക്കുകയുള്ളൂ. ഇതാണ് മുഅ്മിൻ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആ തഖ്വ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടിമയാണെങ്കിൽ പോലും ഒരു ഹൗസ് ഡ്രൈവറാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിലെ സപ്ലയർ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കാറ് പഞ്ചറടക്കുന്ന ടയർ പഞ്ചറടക്കുന്ന ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്, എപ്പോഴും ഗ്രീസും പൊടിയുമായിട്ട് കിടക്കുന്ന ആളാണ് എന്നിരിക്കട്ടെ, കൂലിപ്പണിക്കാരനായിരിക്കട്ടെ, സ്ഥാനം അല്ലാഹു നൽകുന്നത് അവനിലേക്ക് അടുക്കുന്ന നന്മ കൊണ്ടാണ്. നന്മ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഏത് ഹലാലായ ജോലി ചെയ്തോളൂ, നിങ്ങൾക്ക് അല്ലാഹു ഉയർച്ച തരും. അതാണ് ഇവിടെ വിഷയം. നമ്മൾ ഉയർച്ചയുടെ പിന്നാലെ പോവണ്ട. നമ്മൾ നന്നായാൽ ഉയർച്ച പിന്നാലെ വരും. നമ്മൾ ഫെയിം കിട്ടുക, ഫേമസ് ആവുക, അതിന്റെ പിന്നാലെ പോവണ്ട. അള്ളാഹുവിന്റെ വഴിയിലേക്ക് നടക്കുക. അള്ളാഹുവിന്റെ ഖലാഅകൾ അതിന്റെ പിന്നാലെ വരും. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ലോകത്ത് അത്രയേ കരുതേണ്ടതുള്ളൂ. എത്രയോ അടിമകളായിരുന്നവർ, എത്രയോ അടിമകളായ സാധുക്കളായ വേലക്കാരായ ആളുകൾ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയില്ലേ നന്മ കൊണ്ട്? എത്ര വലിയ ആളുകൾ പാപത്തിന്റെ കറകളാൽ മഹാപതനം സംഭവിച്ചവരെത്രയാണ്? അതിലുള്ളൊരു കഥയാണ് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഹബീബായ നബി തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ബീവി അവിടെ കാണാനില്ല. ബീവി അവിടെ വന്നിട്ടില്ല റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങൾ ചോദിച്ചു, മാ ഹബസകി അന്നാ യാ ആയിഷ, ആയിഷ എന്തേ നിങ്ങൾ റൂമിലേക്ക് വരാൻ നേരം വൈകിയത്? എവിടെയായിരുന്നു? ഹബീബായ തങ്ങൾ ചോദിച്ചു. എവിടെയായിരുന്നു ആയിഷ ബീവി? കാണാൻ കൊതിയായി പോയല്ലോ, നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു. മാ ഹബസകി അന്നാ യാ ആയിഷ, ഞാൻ റൂമിലേക്ക് വന്നിട്ടും ആയിഷ നിങ്ങൾ എന്തേ റൂമിലെത്താത്തത്? എവിടെയായിരുന്നു? എന്താ ബീവി കൊടുത്ത മറുപടി എന്നറിയോ? റജുലുൻ ഹസനസ് സൗതി യതഹജ്ജദു ബികലാമില്ലാഹി അസ്സ വജല്ല. നബിയേ, നല്ല ശബ്ദമാധുര്യമുള്ള ഒരാൾ അല്ലാഹുവിന്റെ കലാം രാത്രി നിസ്കാരത്തിൽ ഓതുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. അങ്ങയുടെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ നബിയെ ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതുന്നു. രാത്രിയാണ്, ഹബീബ് ഉറങ്ങാൻ വരുന്ന നേരം, പാതിരയായി ആയിട്ടുണ്ട്. ആ സമയത്ത് നബിയെ എന്തോ ഒരു രസമുണ്ട് ഖുർആൻ കേൾക്കാൻ, എന്തൊരു മധുരമുണ്ട്. റജുലുൻ ഹസനസ് സൗത്ത്, നല്ല ശബ്ദമാധുര്യമുള്ള ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതുന്നത് ഞാൻ അങ്ങനെ കേട്ടു നബിയെ. അപ്പൊ ഞാൻ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ ഇപ്പുറത്ത്, കാരണം പള്ളി ഒരൊറ്റ വാതിലിന്റെ മറവിലാ പള്ളി. ഹബീബിന്റെ വീട്ടിൽ നിന്ന് വാതിൽ തുറന്നാൽ പിന്നെ ഇഅ്തികാഫ് കൂട്ടുന്ന പള്ളിയാണ്. പിന്നെ ഞാൻ ഒരൽപ്പം മാറി നിന്ന് അതങ്ങനെ കേട്ടു നബിയെ, ഖുർആൻ അങ്ങനെ കേട്ടു, എന്ത് രസം, അങ്ങ് വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല നബിയെ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഖുർആൻ കേൾക്കാൻ വേണ്ടി പോയതാണ്. ഹബീബായ തങ്ങൾ ഇറങ്ങിച്ചെന്നു.
ഫയഖ്റുജു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മസ്ജിദ്. നബി തങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. ആരാണ് പാതിരാ നേരത്ത് അല്ലാഹുവിന്റെ വചനം ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭാഗ്യവാൻ ആരാണ്? ഇത്ര ശബ്ദമുള്ള മധുരിമയുള്ള ആൾ ആരാണ്? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ. ഒരുപാട് നേരം അത് കേട്ടിരിക്കാൻ മാത്രം വിശുദ്ധ ഖുർആൻ മനോഹരമായി ഓതുന്ന ഈ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ആരാണിത്? മുത്തുനബി തങ്ങൾ ചെന്നു നോക്കുമ്പോൾ മറ്റാരുമല്ല, ഫഇദാ ഹുവ സാലിം മൗലാ അബീ ഹുദൈഫ. മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വേലക്കാരനായി ജോലി ചെയ്യുന്ന മഹാനായ സാലിം റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. മുതലാളിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ എന്നൊക്കെ നമ്മൾ എന്ന് പറയൂലേ, എന്ന പോലെ ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മൗല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മിസ്ലക്. സാലിമേ, നിങ്ങളെപ്പോലെയുള്ള മഹത്തുക്കളെ ഈ ഉമ്മത്തിൽ എനിക്ക് അല്ലാഹു നൽകിയ എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. സാലിമേ, എന്റെ റബ്ബിന് സ്തുതി പറയുന്നു. ഇങ്ങനെയുമുണ്ടോ? വീട്ടുവേല ചെയ്യുമ്പോ അധ്വാനിക്കുമ്പോ ഉറങ്ങേണ്ടി വരും, നല്ല ക്ഷീണം കാണും, എന്നാലും മനോഹരമായി ഖുർആൻ ഓതാൻ ഈ പള്ളിയിലേക്ക് കടന്നു വരികയും എല്ലാവരും വീട്ടിൽ പോയി ഉറങ്ങിയിരിക്കെ ഈ പാതിരാത്രിയിൽ മനോഹരമായി ഖുർആൻ ഓതാൻ കടന്നു വന്ന ഇങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ എനിക്ക് തന്ന അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി റബ്ബേ. നമ്മുടെ നാട്ടിലൊന്നും രാത്രി പള്ളിക്കൊന്നും പോകാൻ പറ്റില്ല. ഒന്ന് പള്ളി പൂട്ടിയിട്ടുണ്ടാവും. നീ എങ്ങാനും തുറന്ന് ഉള്ളിൽ കയറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോലീസിനെ വിളിക്കും കള്ളനാണ്. കാരണം സാധാരണ കള്ളന്മാരെ കിടക്കണുള്ളൂ രാത്രി. തഹജ്ജുദ് നിസ്കരിക്കാൻ ആൾ വരുന്നില്ല. റമളാനിലെ തറാവീഹ് കഴിഞ്ഞാൽ നമ്മൾ പൂട്ടും. ഉസ്താദ്മാര് ടോയ്ലറ്റ് പൂട്ടി പോണത് സ്ഥിരമായിട്ടുണ്ട്. അങ്ങനെ ആരും സൂയിക്കണ്ട എന്നുള്ളൊരു രീതിയിലേ നിസ്കരിക്കാൻ വരുന്നവർക്ക് ടോയ്ലറ്റ് ഉപയോഗിച്ച് കൊടുത്തൂടെ? മുമ്പൊക്കെ നമ്മൾ പൂട്ടിയിട്ടിരുന്നു. ഇനിയെങ്കിലും തുറക്കണം കേട്ടോ. കാമത്തായിട്ടിട്ട് ഗോദ്രേജിന്റെ പൂട്ടൊക്കെയാണ് ചില ടോയ്ലറ്റിനൊക്കെ കാണുന്നത്. എന്താന്നല്ല, അത്ര സുഖം ആരും സൂയിക്കണ്ട. നിസ്കരിക്കാൻ വരുന്നവരല്ലേ, അവർക്ക് ടോയ്ലറ്റ് പോകേണ്ടി വന്നാൽ പോയിക്കൂടെ? അവർക്ക് ജമാഅത്ത് നഷ്ടപ്പെടൂലേ? എന്തെല്ലാം അവസ്ഥകളുണ്ടാവും. അപ്പോ നമ്മുടെ പള്ളികൾ നമ്മൾ അടക്കാണ്. ഇന്നത്തെ ചുറ്റുപാട് അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോ ഞാൻ തുറന്നോളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും തുറക്കാൻ പോണില്ല, എനിക്കറിയാം. പള്ളിക്ക് നിങ്ങൾ കാവലിക്കുമെന്നോ കാര്യം പിന്നെ ചോദിക്കാം. അപ്പൊ അതല്ല വിഷയം. അന്ന് അങ്ങനെയാണ്. അന്ന് ഹബീബിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നവർ കയറി നിസ്കരിക്കാൻ. ആരാണത്? സാലിം മൗലാ ഹുദൈഫ. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായിരുന്ന സാലിം തങ്ങളായിരുന്നു. അവരുടെ ഓത്ത് കേട്ടപ്പോഴാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയുടെ ചുമരിൽ ചെന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നത് മനോഹരമായ പാരായണം. മാ ഹബസകി അന്നാ യാ ആയിഷ. എവിടെയായിരുന്നു ആയിഷ? നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാൻ റൂമിലെത്തിയിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഹബീബ് ചോദിക്കാൻ ഇടവന്നത് മനോഹരമായ ഖുർആൻ കേൾക്കാൻ പോയതാണ്. സുബ്ഹാനല്ലാഹ്, മൗലയാണ്. പക്ഷെ അല്ലാഹു ഉയർത്തി. അൽഹംദുലില്ലാഹ്, സാലിമേ, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ എനിക്ക് അല്ലാഹു തന്നില്ലേ എന്റെ ഉമ്മത്തിൽ? അൽഹംദുലില്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുവേല ചെയ്തിരുന്ന, ഓരോ ദിവസവും ഖുർആൻ ഖത്തം തീർത്തിരുന്ന മഹാനായ അബുൽ ആലിയ റഫീഉ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും ഖുർആൻ ഖത്തം തീർക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വേലക്കാരൻ. ഇങ്ങനത്തെ ആളുകളായി ആവാൻ പറ്റുമോ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ വിചാരിക്കും ആ ഉന്നതമായ ജോലി, അത്ര ശമ്പളമുള്ള ജോലി, ഇന്ന നാട്ടിലേക്ക് വിസ ഇത് കിട്ടുമോ, അല്ലെങ്കിൽ എന്റെ കച്ചവടം ഇത്ര ഉഷാറാവണം, നമ്മൾ ഇവരെ പോലെ ആവാൻ പറ്റുമോ എന്ന് ആലോചിക്കും. കാന യഖ്തിമുൽ ഖുർആന ഫീ യൗമിൻ, ഓരോ ദിവസവും ഖുർആൻ ഖത്തം തീർത്തിരുന്നപ്പോഴാണ് ഫനസഹഹു അസ്ഹാബു മുഹമ്മദിൻ, ഹബീബായ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ പറഞ്ഞു, ഒരു ദിവസം വേണ്ട, നിങ്ങളൊരു 3 ദിവസം കൊണ്ട് ഖത്തം തീർത്താൽ മതി. ഫകാന യഖ്തിമു ഫീ കുല്ലി 3, പിന്നെ എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഖത്തം തീർക്കും. മഹാനായ അബൂ യഅല അബുൽ ആലിയ റഫീഉ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു വേലക്കാരനായിരുന്നു. വേലക്കാരൻ, ചെറിയ ജോലി ചെയ്യുന്ന ആളാണ്. അല്ലാഹു അങ്ങോട്ട് ഉയർത്തിയില്ലേ. അങ്ങനെ മറ്റുള്ളവർക്ക് സേവനം ചെയ്തിരുന്ന എത്രയോ പ്രഗത്ഭന്മാരായ ആലിമീങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവരൊക്കെ ഉയർന്നത് എങ്ങനെയാ? അള്ളാഹുവിനോട് അടുത്തപ്പോൾ അല്ലാഹു അങ്ങോട്ട് ഉയർത്തിയതാണ്. അവര് ആദ്യം ഒരുപാട് ആളുകളുടെ വേലക്കാരായിരുന്നു. അതിൽപ്പെട്ട പ്രഗത്ഭരുടെ ചില ആളുകളുടെ പേര് ഞാൻ പറയുന്നു. ഇവരൊക്കെ പ്രഗത്ഭരാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വേലക്കാരനായി ജോലി തുടങ്ങിയ മഹാനാണ്.
സയ്യിദു താബിഈൻ, താബിഈങ്ങളിലെ പ്രഗൽഭനാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊല ചെയ്തു കളഞ്ഞ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. വൽ ഹസനുൽ ബസ്രി, മഹാനായ അല്ലാമ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മൗലയായിരുന്നു. ലോകപ്രസിദ്ധനായ ഫിഖ് പണ്ഡിതൻ താവൂസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി മൗലയായിരുന്നു. മഹാനായ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു മുഫ്തിൽ ഹറം, പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ ഫത്വ കൊടുത്തിരുന്ന മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു. അത്വാ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി അടിമയായിരുന്നു, വേലക്കാരനായിരുന്നു. എവിടെ എത്തി? അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ളപ്പോ ആ മഹാന്റെ അവസ്ഥ എന്താണെന്നറിയോ? കറുത്തിട്ടാണ്, രണ്ട് കണ്ണിനും കാഴ്ചയില്ല, മൂക്ക് പതിഞ്ഞിട്ടാണ്, മുഖം വികൃതമായ ആളാണ്, മുഖത്തൊരുപാട് കുഴികളും മുഴകളുമുള്ള ആളാണ്, കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത അടിമയായിരുന്ന മഹാനാണ് അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു. മക്കയിലേക്ക് ഹജ്ജിനൊക്കെ അബ്ദുൽ മലിക് ബിൻ മർവാൻ അങ്ങ് ഷാമിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വരുമ്പോ മഹാനായ അത്വാ എന്നവരെ മഹാനവറുകളെ അത്വാ റളിയല്ലാഹു അൻഹുവിനെ രാജാവിരിക്കുന്ന കട്ടിലാണ് ഇരുത്തുക. ക്ലാസ് എടുക്കിൻ, അത്വായെ പഠിപ്പിച്ചു കൊടുക്കിൻ. വഖുറൈശുൻ തഹ്ത, ഖുറൈശികളായ ആളുകൾ മുഴുവനും അത്വാ എന്നവരുടെ കസേരയ്ക്ക് താഴെ, അത്വാ എന്നവർ സ്റ്റേജിന് മുകളിൽ. മഹാനായ അത്വാ എന്നവരെ രാജാവ് പോലും താഴെ ഇരുന്നിട്ട് സ്വന്തം സീറ്റിൽ ഇരുത്തും അത്വാ ഇബ്നു അബീ റബാഹ് തങ്ങളെ. കണ്ടാൽ വില മതിക്കൂല അങ്ങനത്തെ ആളാ. പക്ഷേ മഹാനവറുകൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നാവിലൂടെ മാലാഖമാർ സംസാരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ മഹാൻ കണ്ടാൽ തീരെ മൈൻഡ് ചെയ്യാൻ തോന്നൂല, ഒരു ഭംഗിയില്ല, കണ്ണ് കാണാത്ത ആളാണ്. ഒരിക്കൽ അവർ അഅവറായിരുന്നു, ഒറ്റക്കണ്ണായിരുന്നു, പിന്നെ ആ കണ്ണിന്റെ കാഴ്ചയും പോയി. അഫ്തസൽ അൻഫ്, മൂക്ക് ചപ്പിപ്പോയ ആളാണ്. അഅറജ, കാലിന് മുടന്താണ്. അസ്വദ, കറുകറുത്ത മനുഷ്യനായിരുന്നു. അതിന്റെയൊക്കെ പുറമെ അടിമയുമായിരുന്നു. പക്ഷേ മക്കയിൽ ഫത്വ കൊടുക്കാൻ അത്വാ ഇബ്നു അബീ റബാഹ് ഉണ്ടെങ്കിൽ ഒരു കുട്ടിയും മിണ്ടൂല. ആ ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തി. അല്ലാഹുലേക്ക് അടുത്തപ്പോ അത്രയുള്ള വിഷയം. എത്ര ആളുകളുണ്ട്, ചിലർ മരിക്കുമ്പോ എന്താണ് ജനാസയുടെ ആൾക്കൂട്ടം എത്രയാണ്. ചിലർ മരിക്കുന്നു, ആരുമില്ല ജനാസക്ക്. ചിലരാരും മൈൻഡ് ചെയ്യാത്ത ആളാണ്. പക്ഷേ മരിച്ചപ്പോഴേക്ക് എവിടെന്നോ ആളുകൾ പല സ്റ്റേറ്റിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഓടിക്കൂടി, വലിയ മഹാജനക്കൂട്ടം. നാട്ടുകാർക്ക് പോലും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഉടച്ചോനെ ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നത്. എത്ര ആളുകളുണ്ടങ്ങനെ. എങ്ങനെ അല്ലാഹു അവരുടെ കൽബിൽ അടുപ്പം കൊടുത്തു എന്നറിയോ? ആ മനുഷ്യൻ അല്ലാഹുലേക്ക് അടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സജ്ജനങ്ങളും ദുർജനങ്ങളും ഒരുപോലെയല്ലല്ലോ. അല്ലാഹു സജ്ജനങ്ങളെ ഉയർത്തുന്നുണ്ട്, സജ്ജനങ്ങളെ ഉയർത്തുന്നു. എന്തെന്നില്ലാത്ത ഉയർച്ച. അല്ലാഹുലേക്ക് ഓടി വന്നവരും വരാൻ ഇച്ചിരി താമസിച്ചവരെയും ഒരുപോലെ ആക്കുകയില്ലെന്ന് മഹാനായ സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലില്ലാഹി ആനിയതൻ ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹുവിന് ചില പാത്രങ്ങളുണ്ടത്രേ. അല്ലാഹുക്ക് ചില പാത്രങ്ങളുണ്ട്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ പാത്രം ഉപയോഗിക്കുന്നില്ലേ? പാത്രങ്ങളുണ്ടത്രേ അല്ലാഹുവിന്. എന്താണെന്നറിയോ? ഇന്ന ലില്ലാഹി ആനിയതൻ ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹുവിന് പാത്രങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണെന്ന് നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലി ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് പറയാം അല്ലേ? صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم محمد سيدنا محمد وبارك وسلم عليه اللهم صل على محمد سيدنا محمد وبارك وسلم عليه
ഖാല റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി ആനിയതൻ ഫിൽ അർദ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ ചില പാത്രങ്ങളുണ്ട് അത്രേ. അല്ലാഹുവിന്റെ ചില പാത്രങ്ങൾ എന്താണതെന്നറിയോ? വആനിയതു റബ്ബികും ഫീ അർദിഹി ഖുലൂബ് ഇബാദിഹി സ്വാലിഹീൻ. ഈ ഭൂമിയിലെ അല്ലാഹുവിന്റെ പാത്രങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന സജ്ജനങ്ങളുടെ ഹൃദയമാണ്. സജ്ജനങ്ങളുടെ ഹൃദയം. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. നല്ല ആളുകൾ, ഖൽബ് നല്ലവർ. തലകെട്ട് കെട്ടിയിട്ടൊന്നും മാത്രം കാര്യമായില്ല. എത്ര ഫിത്നയും ഫസാദായിട്ട് നടക്കുന്നവരുണ്ടെന്ന ഖൽബ് നന്നായിട്ടില്ല. വലിയ സംഘാടകനും സംഘടനാ പ്രവർത്തകരൊക്കെയാണ്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. പക്ഷേ ഖൽബിന്റെ ഉള്ളിൽ വെളിച്ചമില്ല, ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ പാത്രം എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച ആ ഒരു ഖൽബാണ്. അപ്പൊ ഒരുപാട് പാത്രങ്ങളുണ്ട്, ഒരുപാട് സജ്ജനങ്ങളുണ്ട്. അതിലേറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന പാത്രങ്ങൾ. ഒരു ചിത്രശലഭം അവിടെ തന്നെ വന്നിരിക്കുകയാണ്. ഹദീസ് വന്ന് മൂവ് ആയിട്ടില്ല, അവിടെ നോട്ടല്ലേ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽയനുഹാ വ അറഖുഹാ, ആ ഹൃദയങ്ങളിൽ ഏറ്റവും ലോലമായത്, ആ ഹൃദയങ്ങളിൽ ഏറ്റവും മൃദുവായത്. അങ്ങനത്തെ ഖൽബുണ്ടാവും. നമ്മുടെ ഉലമായിൽ ഉസ്താദുമാരിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. പ്രഗത്ഭരായ ഒരുപാട് ആലിമീങ്ങൾ ഇരിക്കുകയാണ്. പണ്ഡിതന്മാർ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് സംഘടനകൾക്ക് ആലിമീങ്ങളുണ്ട്. പക്ഷേ ആ ഒരു എളിമയും താഴ്മയും വിനയവും ഞങ്ങളൊന്നുമല്ല കേട്ടോ എന്ന ചിന്തയിൽ ജീവിക്കുന്ന ആലിമീങ്ങൾ, അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രത്യേകതയാണ്. അള്ളാഹു ആ പ്രസ്ഥാനത്തെ ഇസ്സത്തിലാക്കി തരട്ടെ. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ. ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യും. നല്ല എന്തെങ്കിലും നസീഹത്ത്, നമ്മൾ നന്നാവാൻ പറ്റിയത് പറഞ്ഞു തരും. അത് ആ ഹൃദയം, ആ പാത്രം, സ്വാലിഹീങ്ങളായ ഹൃദയങ്ങളുടെ ഉടമകളിൽ, ഹൃദയങ്ങളെന്ന പാത്രങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരാണ്. അൽയനുഹാ വ അറഖുഹാ, ആ ഖൽബുകളിൽ എവിടെയാണോ സോഫ്റ്റ്നെസ്, വളരെ സോഫ്റ്റായി, വളരെ മൃദുലമായി, എളിമയും താഴ്മയും ഹ്യൂമിലിറ്റി, അങ്ങേയറ്റത്തെ താഴ്മയുള്ള ഹൃദയങ്ങൾ, ആ ഖൽബാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പാത്രങ്ങളെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അത്തരം സജ്ജനങ്ങളുടെ കൂടെ നിന്ന് അവരെ കണ്ട് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖൈറുന്നാസി ദുൽ ഖൽബിൽ മഖ്മൂം, നിബിതങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ മഖ്മൂമായ ഹൃദയത്തിന്റെ ഉടമകളാണ്. അവര് ചോദിച്ചു, നബിയേ, മൽ ഖൽബുൽ മഖ്മൂം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് മഖ്മൂമായ ഹൃദയം എന്ന് പറഞ്ഞാൽ? ഖാല, മുത്തനബിതങ്ങൾ പറഞ്ഞു, അല്ലദീ ലാ ഗില്ല ഫീഹി വലാ ഹിഖ്ദ വലാ ഹസദ, ഏതൊരു ഹൃദയത്തിലാണോ അസൂയയില്ലാത്തത്, ഏതൊരു ഹൃദയത്തിലാണോ പകയില്ലാത്തത്, ഏതൊരു ഹൃദയത്തിലാണോ പ്രതികാര ബുദ്ധിയില്ലാത്തത്, ആ ഖൽബ്, അത്തരം ആളുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? മൻ ജഅലൽ ഹമ്മ ഹമ്മൻ വാഹിദാ, ജനങ്ങളുടെ ചിന്ത ഒരേ ഒരു ചിന്തയാണെങ്കിൽ, അള്ളാഹു എന്ന ചിന്തയാണെങ്കിൽ, ഖൽബിനുള്ളിൽ ആകെ ഒരു ചിന്തയുള്ളൂ, എന്റെ റബ്ബിന് എന്നെ ഇഷ്ടമാവണം, എന്റെ റബ്ബ് എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കണം, എന്റെ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുമ്പോ ഐ അബ്ദി, എന്റെ ദാസനെ എന്ന് വിളിക്കുമ്പോ ഐ യാ റബ്ബ്, അതേ റബ്ബേ ഞാൻ വന്നിരിക്കുന്നു എന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ എനിക്കും എന്റെ റബ്ബിന്റെയും ഇടയിൽ സ്നേഹബന്ധമുണ്ടാകണം. ആ ഒരു ചിന്തയാണ് ഒരു മനുഷ്യന്റെ ചിന്തയെങ്കിൽ, ഒരു മനുഷ്യന്റെ ആഗ്രഹമെങ്കിൽ, കഫാഹുല്ലാഹു സായിറ ഹുമൂമിഹി, ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും, ഒരുപാട് വിഷമിക്കേണ്ടി വരും, ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും, ഒരുപാട് ആളുകളുടെ വെറുപ്പിക്കലുകൾ സഹിക്കേണ്ടി വരും. എന്നാലും അള്ളാഹു അതിനൊക്കെ പരിഹാരം തരും. അതൊന്നും യേശൂലാൻ. അള്ളാഹു ഖൽബിനുള്ളിൽ സമാധാനം തരും. നമ്മുടെ ചിന്ത അള്ളാഹു ആണെങ്കിൽ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ.
നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയാണോ? നമ്മുടെ ജോലിയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ യാത്രയിൽ, നമ്മൾ ഇടപെടുന്നിടത്ത് ലക്ഷ്യം അല്ലാഹുവാണെങ്കിൽ ഇത്രയേ വേണ്ടൂ. ലോകം നന്നാവാൻ ഇങ്ങനെ ചിന്തിക്കുന്നൊരു സമൂഹമാണ് ഇവിടെ വേണ്ടത്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്നാൽ ഏതെങ്കിലും ഒരാളിന്റെ ലക്ഷ്യം ഐഹികമായ ലാഭമാണെങ്കിൽ, ഐഹിക ലാഭമാണ്, എന്തെങ്കിലും പൈസ ഉണ്ടാക്കലാണ് ലക്ഷ്യം, അതിന് പല തട്ടിപ്പും ചെയ്ത് ജീവിക്കുക. ഹലാലും ഹറാമും ഇവിടെ വിഷയമല്ല. കാശ് എവിടൊക്കെ വരുന്നുണ്ടോ അതൊക്കെ ഓക്കെയാണ്. പലിശടപാട് വിഷയമല്ല. കാശ് ഏറെ കിട്ടുന്ന ഏത് പണിക്കും എന്ത് ചെയ്യും? ഹലാലും ഹറാമും നോക്കാതെ പോകും. നമ്മളൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ അറിയോന്നറിയില്ല, എത്രയോ ചില ബാങ്ക് കുറികള് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇടപെടുന്ന മറ്റു പല നമ്മുടെ പഞ്ചായത്ത് തലത്തിലൊക്കെ നടത്തുന്ന എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ. എത്ര ഡെപ്പോസിറ്റ് ചെയ്യുക? 5000 ഡെപ്പോസിറ്റ് ചെയ്യുക, കിട്ടുമ്പോൾ 25,000 ആവും. 5 കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. പൊന്നു പെണ്ണെ, 10,000 കൊടുത്തിട്ട് അത് 25,000 ആയി വരികയാണെങ്കിൽ അത് പലിശയാണ്. കാരണം ഒരു ബിസിനസ് ഇട്ടിട്ട് കിട്ടുന്ന ലാഭമല്ല. എന്തൊക്കെ അതിനെപ്പറ്റി പറഞ്ഞാലും പലിശയാണ്, അല്ലേ? നമ്മൾ ചെലവഴിച്ചത് നമുക്കുള്ളതാണ്, നമ്മൾ സമാഹരിച്ചത് നമ്മുടേതാ. പക്ഷെ അതിന്റെ മീതെ കുമിഞ്ഞുകൂടുന്ന പലിശ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. ഇപ്പൊ ഇൻഷുറൻസിന്റെ വിഷയമൊക്കെ അങ്ങനെയാണ്, അല്ലേ? നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ എത്ര അടച്ചോ, കുറെ കാലം, റബ്ബേ ഞാൻ കുറെ കാലമായിട്ട് അങ്ങനെ അടച്ചു പോന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ആദ്യം തേടി വന്നത് എന്റെ ഉമ്മി വാപ്പിയല്ല, ലൈഫ് ഇൻഷുറൻസിന്റെ ഏജന്റാ. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. പെരീക്ക് ആളെത്തുമ്പോഴേക്ക് ഏജന്റ് എത്തും. എന്നിട്ട് ഇസ്ലാമിന്റെ ഖജനാവ്, ബൈത്തുൽമാൽ എന്നൊക്കെ പറയൂര്. അവർക്ക് ബൈത്തുൽമാൽ എന്താന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഡെപ്പോസിറ്റ് വാങ്ങിക്കും. റബ്ബേ, ഇത് പറ്റില്ലാത്ത കാര്യമായിരുന്നു പഠിച്ചോനെ, എനിക്ക് അറിഞ്ഞില്ലല്ലോ. ഇവൻ അടച്ചടച്ചത് 2 ലക്ഷം ആയിട്ടുണ്ട്. 25 കൊല്ലം കഴിഞ്ഞാൽ അത് 50 ലക്ഷമായിട്ട് തരാൻ പോണത്. ഉദാഹരണം പറയാ, നമ്മൾ അടച്ചത് എത്രയോ അത് തിരിച്ചെടുക്കാം. ബാക്കി പലിശയുടെ പൈസ എങ്ങനെയാ ചെലവഴിക്കേണ്ടത്, ആ വഴിക്കാണ് ചെലവഴിക്കേണ്ടത്. നമുക്ക് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇതുപോലെയുള്ള ചില കുറികളൊക്കെ ഉണ്ടാവും, പല പേരിലും വരും. സമ്പത്ത് കൂടുതൽ കിട്ടുന്നുണ്ടോ, നമ്മൾ അതിന്റെ പിന്നാലെയാണ്. പക്ഷേ അതിൽ ഹലാലും ഹറാമും നമ്മൾ ചിന്തിച്ചിരിക്കണം. കാരണം നമ്മൾ എന്താണോ വായിലൂടെ കൊടുക്കുന്നത് അതാണ് നമ്മുടെ സംസ്കാരമായി മാറുന്നത്. നമ്മൾ എന്താണോ തിന്നുന്നത്, കഴിക്കുന്നത്, അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സഹായമായിട്ട് വരിക. അത് ഹലാലാണെങ്കിൽ അവർ അമലു സ്വാലിഹാത്ത് വരും, അത് ഹറാമാണെങ്കിൽ മഅസിയത്തും ഖതീഅത്തും വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വമൻ ജഅലൽ ഹമ്മ വമൻ കാനത്തിദ് ദുനിയാ ഹമ്മഹു, ഒരാൾക്ക് പൈസ ഉണ്ടാക്കലാണ് ലക്ഷ്യം, വേറൊന്നും ലക്ഷ്യമില്ല. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ടെന്ന, വെറും പൈസയാണ്. അങ്ങനെയാണെങ്കിൽ ഫറഖല്ലാഹു അലൈഹി അംറഹു, ആ മനുഷ്യന്റെ വിഷയം അല്ലാഹു ചിന്ന ഭിന്നമാക്കും. വജഅല ഫഖറഹു ബൈന ഐനൈഹി, 2 കണ്ണുകൾക്കിടയിൽ നിന്ന് അവന്റെ ദാരിദ്ര്യം അല്ലാഹു എടുത്തു കളയുകയില്ല. എങ്ങനെ ആയാലും ഈ മനുഷ്യന്റെ പ്രശ്നം തീരൂല. ദാരിദ്ര്യമേ ദാരിദ്ര്യം, എപ്പോഴും പ്രശ്നങ്ങളാണ്. തികഞ്ഞില്ല, ആയില്ല, എന്റെ കാര്യം പൂർത്തിയായില്ല, എന്തേ? ആകെ പൈസ പൈസ എന്ന ലക്ഷ്യം മാത്രം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനത്തെ ആളുകൾക്ക് ദാരിദ്ര്യം അല്ലാഹു വിട്ടുകളയുകയില്ല. എന്നിട്ടോ വലം യഅതിഹി മിനദ് ദുനിയാ ഇല്ലാ മാ കുതിബ ലഹു മിൻഹാ, അല്ലാഹു എന്താണോ ആദ്യമേ അവന് കണക്കാക്കിയത് അതല്ലാതെ അവന്റെ കയ്യിൽ വരികയുമില്ല. അതുകൊണ്ട് ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവരുടെ ലക്ഷ്യം അല്ലാഹുവാണ്. പാപത്തിന് വേണ്ടി ജീവിക്കുന്നവർ ദുനിയാവാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അല്ലാഹുവിനെ ലക്ഷ്യമാക്കിയോ ആ ഹൃദയത്തിന് എന്തൊരു സമാധാനം. പ്രശ്നങ്ങളൊക്കെ അല്ലാഹു പരിഹരിച്ചു തരുന്നു. ഒരു കോടതിക്കും പോകേണ്ട കാര്യമില്ല, ഒരു കൗൺസിലിങ്ങിനും പോകേണ്ട കാര്യമില്ല, ഒരു എന്താ പറയാ ഉറക്കുകുളിയും കുടിക്കേണ്ട കാര്യമില്ല. ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെന്താ? നേരെ മറിച്ച് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ടെൻഷനാണ്. അതുകൊണ്ട് സജ്ജനങ്ങളും ദുർജനങ്ങളും ഒരുപോലെയല്ല, രണ്ടുപേരും വ്യത്യസ്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിനെ ആക്കാൻ പറഞ്ഞത്. രാത്രികാലങ്ങളിൽ കള്ളുകുടിച്ച് കിടക്കുന്നവർ, ഉറങ്ങുന്നവർ, വേറൊരു വിഭാഗം ഉറങ്ങുന്നു, റബ്ബേ എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കണം, ആ ലക്ഷ്യത്തോടു കൂടെ ആ കിടക്കുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ഉദ്ദേശിച്ച് കിടക്കുന്ന ആളുകൾക്ക് ഒരു വല്ലാത്ത ഒരാൾ വന്നിട്ട്, മനുഷ്യനല്ലാത്ത ഒരാൾ വന്ന് അവരെ ഉണർത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുമ്പൊന്നും അലാറം വെക്കുന്ന ഏർപ്പാടില്ലല്ലോ. നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് അലാറം വെക്കും, അല്ലേ? പല സൗണ്ടിൽ അലാറം വെക്കും. ഷാഫിന്റെ അലാറം വല്ലാത്ത സൗണ്ടാണ്. അപ്പോ
അടുത്ത വീട്ടുകാർ മുഴുവൻ ഇറങ്ങി ഉടനെ അലാറം വെച്ച് കിടക്കുന്നവരുണ്ട്. ആ കിടന്ന് വന്നിട്ടുണ്ടാവില്ല, നാട്ടുകാർ മൊത്തം എഴുന്നേറ്റുണ്ടാവും. ഇതിൻ്റെ അലാറം ഓഫാക്കടോ എന്ന് പറഞ്ഞ് നാട്ടുകാർ അയൽവക്കക്കാരൊക്കെ മൊത്തം ഓടി വന്നിട്ടുണ്ടാവും. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്താണല്ലോ സ്വഹാബിമാരും നബിതങ്ങളും കഴിഞ്ഞു പോയത്. എന്ത് അലാറ, എന്ത് ക്ലോക്ക്, എന്ത് വെച്ചിട്ടാണ് അവർ തഹജ്ജുദിന് എഴുന്നേറ്റത്? സുലുസുൽ ലൈൽ എഴുന്നേൽക്കുന്നു, അടുത്ത നിസ്ഫാകുമ്പോൾ കിടന്നുറങ്ങുന്നു, പിന്നെ ഒരു സുലുസാനിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു, സുലുസൈനിയാകുമ്പോൾ സലാസ്താലാഫാകുമ്പോൾ ഇങ്ങനെ രാത്രിയുടെ ഓരോ ഘട്ടങ്ങൾ എഴുന്നേൽക്കുകയും ഉറങ്ങുകയും പിന്നെ എഴുന്നേൽക്കുകയും പിന്നെ ഉറങ്ങുകയും പിന്നെ എഴുന്നേറ്റ് നിസ്കരിച്ച് സുബഹിന്റെ നേരത്ത് ഉണരുന്ന ആളുകൾ. അങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ കാണാം. എന്ത് അലാറം വെച്ചിട്ട് അവർ കിടന്നെന്നറിയോ? മനസ്സിന്റെ ഉള്ളിലെ ഒരു അസീമത്താണ്, ഒരു തീരുമാനമാണ്. അത്രയേ വേണ്ടു. നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. നമ്മൾ ഉണർന്നിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണരൂലേ? പുരക്കാർ മുഴുവൻ ഉറങ്ങിയാലും ഈ പോകുന്ന യാത്രക്കാരെ ഉറങ്ങുമോ? ഉമ്മ അലാറം വെച്ചിട്ടില്ലേ? ഈ പെണ്ണെ നീ അലാറം വെച്ചിട്ടില്ലേ? വെച്ചു. മക്കളെ വാപ്പാനെ വിളിക്കണട്ടോ, വാപ്പന്ന് കിടന്നോട്ടെ കുറച്ചു നേരം, 3 മണിക്ക് എഴുന്നേൽക്കണം. വാപ്പയായിരിക്കും ആദ്യം എഴുന്നേൽക്കും, ഉമ്മാനെ വിളിക്കരുത്. മോനെ ഈ എന്ത് ഉറങ്ങിയിട്ടില്ല? ആ ഉമ്മ ഞാൻ പിന്നെ നേരത്തെ ഉണർന്നു. എന്തേ? ഇവനറിയാം ടിക്കറ്റിന്റെ കാശ് ഇത്രയാണ്, ഫ്ലൈറ്റ് പോയാലേ അടുത്ത വണ്ടിക്ക് പോവാന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയല്ല, അതുകൊണ്ട് എഴുന്നേറ്റിരിക്കും, ഉറങ്ങൂല. എന്തുകൊണ്ട്? ആ വിഷയം മനസ്സിൽ അത്രയും രൂഢമൂലമാണ്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങണില്ല. അതുകൊണ്ട് ഉറങ്ങുന്ന സമയം അള്ളാഹുവിന് വേണ്ടി എഴുന്നേൽക്കണം എന്ന് ചിന്തിച്ചു കിടക്കുന്ന ആളുകളാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഉണർത്തുന്നു എന്ന് റസൂലുള്ളാഹ്. യാ ജിബ്രീലു അനിം ഹാദാ വഅഖിം ഹാദാ. അല്ലാമ ഇബ്നു റജബ് ഹംബലി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. മഹാനവറുകൾ ഇതിനെ ശരിവച്ചിട്ടുണ്ട്, സ്വഹീഹാണ്. യാ ജിബ്രീലു, ജിബ്രീലേ, അനിം ഹാദാ വഅഖിം ഹാദാ. ജിബ്രീലേ, ഇന്നാലിന്ന ആളുകളെ ഉറക്കിയേക്കണം, ഇന്നാലിന്ന ആളുകളെ ഉണർത്തിയേക്കണമെന്ന് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം. ചിലർ പറയില്ല ഞാൻ അങ്ങോട്ട് ഉണർന്നു. ആരെ ഉണർത്തിയത്? ആരാന്നറിയില്ല, ഞാൻ ഉണർന്നു. നല്ല റാഹത്തായി ഒരു സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു, നല്ലൊരു സ്വപ്നം. ഞാനങ്ങ് പെട്ടെന്ന് ഉണർന്നു. നോക്കുമ്പോ 3:30 മണിയാണ്, 4 മണി സമയമാണ്. ഞാൻ എഴുന്നേറ്റ് കുറെ അങ്ങ് നിസ്കരിച്ചു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ സുബഹിം കഴിഞ്ഞ്. എന്തൊരു റാഹത്ത്! ആരാ ഉണർത്തിയത്? ജിബ്രീലേ. യാ ജിബ്രീലു അനിം ഹാദാ. ജിബ്രീലേ, ഉണരണ്ട എന്ന് ഉദ്ദേശിച്ച് കടന്നവൻ അവൻ ഉറങ്ങിക്കോട്ടെ, അവൻ ഉണർത്തണ്ട. എന്നാൽ ഉണരണം എന്നുദ്ദേശിച്ച് കടന്നവർ അഖിം ഹാദാ, അവരെ എഴുന്നേൽപ്പിക്കണേ എന്ന് അല്ലാഹു മനുഷ്യരുടെ ഖൽബിലെ നിയ്യത്ത് നോക്കി, ദൃഢനിശ്ചയം നോക്കി ജിബ്രീൽ അലൈഹിസ്സലാമിനെ മുഅ്മിനീങ്ങളെ ഉണർത്താനും കിടത്താനും അല്ലാഹു നിയോഗിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഒരു മനസ്സിന്റെ തീരുമാനം മതി.